السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله. صدق الله صدق الله مولانا. ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സമസ്ത എന്ന പ്രചാരണാംഗവും ഈ SNAC പ്രസ്ഥാനത്തിന് പോവുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബഹ്റവി ഇവിടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നൽകിയ സ്വാഗതവി ശിയാബുസങ്ങൾ, ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അതോടൊപ്പം ഇതിന് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ. ഈ മണ്ഡലത്തിൻ്റെ MLA ആണ്, നമ്മളെ പ്രിയപ്പെട്ട മന്ത്രിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മുഖ്യ അതിഥിയാണ്. അതോടൊപ്പം നമ്മുടെ ആതിഥേയനുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട കെ സംസദ് സാഹിബ്, ഈ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എല്ലാമാണ് നമുക്ക് ഡോക്ടർ ബഷീർ കഴിഞ്ഞങ്ങര, ഇസ്മായിൽ ഹാജി, ഫരീദ് സാഹിബ്, MD ഇസ്മായിൽ മൗലി സിദ്ദിഖാജി, ഡോക്ടർ അസ്ലം വാഫി, SP മുഹമ്മദ് അലി മാഷോ, കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരെ അടക്കമുള്ള ബഷീർ ദേശമംഗലം അടക്കമുള്ള വേദിയിൽ പുരുഷായ സമസ്ത കേരള ജമിയത്തുലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രത്യേകിച്ച് SNACയിലൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സദാത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനികൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹ്രസ്വമായ മാസങ്ങളെ കൊണ്ട് കഠിനമായ അധ്വാനത്തിൽ കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് SNAC. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലമ ഈ SNAC എന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനിക്കുകയും ഇന്ന് അതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പണ്ഡിതന്മാരും മറ്റ് വിദ്യാഭ്യാസ നിപുണരാകുന്ന മറ്റു അതിൻ്റെ നേതാക്കന്മാർ ഇവരുടെ കൂട്ടായ ശ്രമത്തിൽ നിന്നിട്ടാണ് ഈ ഒരു സംവിധാനം ഈ നിലക്ക് നമുക്ക് ഇവിടെ സംവിധാനിച്ചെടുക്കാൻ, അത് വളർത്തി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം പുറമെ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രത്യേകമാവുന്ന അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ പ്രത്യേക ഒരു ശിക്ഷണവും അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേ അതോടൊപ്പം ഇരിക്കുന്ന രക്ഷിതാക്കളാവുന്ന നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവുമാണ് ഇതൊരു കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള കാരണമെന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പം ഇവിടെ കൂടിയ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ തുറന്നു പോകുന്നത് പോലുള്ള ഈ പിന്തുണയും
ഈ സഹകരണമൊക്കെ മേലും ഉണ്ടാവണം. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ അഭിമാനിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു വലിയൊരു വിദ്യാഭ്യാസ പദ്ധതിയായി കൊണ്ടിട്ട് ഇത് നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്. ഇതിനൊരു പേര് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഈ വരുന്ന ജനുവരി 28-ാം തീയതി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തുന്നത്. 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം. അത് നമ്മളെ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് അതിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം അതും മതിയാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. പല ഭാഗങ്ങളിൽ നിന്നിട്ടും വാഹനങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം അതിൻ്റെ വിവരങ്ങൾ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാർക്കിങ്ങിനെ സംബന്ധിച്ചാണ് 1000-2000 ഒക്കെ നിരക്കുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ പ്രത്യേകമായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാന്നുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത്. കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ കർണാടകത്തിലെ മറ്റ് ഭരണകർത്താക്കളും അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന അതിൻ്റെ സദാർത്ഥികൾ, അതിൻ്റെ പണ്ഡിതന്മാർ, അതിൻ്റെ നേതാക്കന്മാർ ഇവരൊക്കെ അണിനിരക്കണ ഒരു വലിയ പ്രൗഢമായ ഒരു സമ്മേളനമായിരിക്കും. അത് 2 വർഷം നീണ്ടു നിൽക്കണം. നമ്മളെ 100ാം വാർഷികത്തിൻ്റെ, അതായത് ഇനി വരുന്ന 2026 ഫെബ്രുവരിയിൽ അതിൻ്റെ തീയതി അവിടുന്ന് പ്രഖ്യാപിക്കപ്പെടും. 2026 ഫെബ്രുവരിയിൽ ഏത് തീയതിക്കാണ് സമ്മേളനം നടത്തപ്പെടുക. സമ്മേളനം നടത്തുന്ന സ്ഥലവും അവിടുന്ന് പ്രഖ്യാപിക്കും. അത് കേരളത്തിലാണോ കേരളത്തിൻ്റെ പുറത്താണോ എന്നൊന്നും തീരുമാനിക്കില്ല. അപ്പം ആ നിലയ്ക്ക് അതിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിരുന്നു 2 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളാവുന്ന പല പരിപാടികളുണ്ട്. അത് ബാംഗ്ലൂർ യോഗത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കും. അപ്പോൾ സംസ്ഥ അതിൻ്റെ ആ യോഗത്തിൽ വെച്ചുകൊണ്ട്, ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ പേര് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ നൽകപ്പെടുന്ന നമ്മുടെ ആ ബിരുദത്തിൻ്റെ പേര് അത് അന്ന് അവിടുന്ന് പ്രഖ്യാപിക്കപ്പെടും. ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ടവർ നമ്മളൊക്കെ കൂടി ആലോചിക്കുമ്പോൾ അത് ഏറ്റവും നല്ലത് അവിടുന്ന് പ്രഖ്യാപിക്കലാണ്. അതാണ് അതിൻ്റെ പ്രൗഢി, അതിൻ്റെ ഭംഗിയൊക്കെ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അപ്പം ഏതായാലും അല്ലാഹുവിൻ്റെ മഹത്താവുന്ന അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ തന്നെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണ് വിദ്യാഭ്യാസം. പാലനമാദമല്ല സ്വാഹുല്ലഹാണ്. എല്ലാ അറിവുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അത് ഒരു ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിനോട് ബന്ധപ്പെട്ട ശരീഅത്തിൻ്റെ ആ വിശാലമാവുന്നതായ ഒരു വീക്ഷണമുണ്ട്. അത് ആ വീക്ഷണം നമ്മളെ വീക്ഷണമല്ല, ഇലാഹിയാവുന്നൊരു വീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന ഒരു തീരുമാനം. അപ്പോൾ നിരോധിക്കപ്പെട്ട ചില അറിവുകളുണ്ട്. അത് ശരീഅത്തിൻ്റെ വീക്ഷണത്തിൽ അങ്ങനെ ചില അറിവുകൾ നിരോധിക്കപ്പെട്ടതാണ്. അംഗീകരിക്കപ്പെട്ടതും അനുവദിക്കപ്പെട്ടതുമാവുന്ന അറിവുകൾ. ഈ അറിവുകൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇത് ആദം നബിക്ക് മാത്രമല്ല, സർവ്വ അമ്പിയാക്കന്മാരുടെയും സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുതിയ ടെക്നോളജിയിലേക്ക് ആവശ്യമില്ലാത്തത് ഇലാഹിയായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവരിവിടെ ജീവിച്ചത്. അവർക്ക് പറന്നവരുണ്ടല്ലോ, നിമിഷങ്ങളെ കൊണ്ട് എത്തിയവരുണ്ട്, മൈലുകളോളം നിമിഷങ്ങളെ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നു. ലോകത്തുള്ള സർവ്വ വിവരങ്ങളും ശേഖരിച്ച് പറയാൻ കഴിഞ്ഞു. ലോകത്തുള്ള ആരോടും
ഇതുപോലുള്ള ടെലികമ്മ്യൂണിക്കേഷനൊന്നും അന്ന് അല്ലെങ്കിൽ വാർത്താവിനിമയമൊന്നും വളരാത്ത കാലഘട്ടത്തിൽ അവർ സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് ആ വ്യക്തിനെ കേൾപ്പിക്കാൻ സാധിച്ചു. ചരിത്ര ഒരു ശക്തിയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പല ഉദാഹരണങ്ങൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിൻ്റെ കിരീടം മൂപ്പരുടെ സാന്നിധ്യത്തിലേക്ക് അതിനെ അങ്ങോട്ട് വരുത്തിയ ആ സംഭവങ്ങളൊക്കെ വിശുദ്ധമാണ്. അതായത് ഇതൊക്കെ ഒരു ഇലാഹിയായ പുതിയ ടെക്നോളജിനേക്കാൾ ആ ടെക്നോളജിൻ്റെ ഒക്കെ അടിസ്ഥാനം ഇലാഹിയായ ടെക്നോളജി. അപ്പോൾ എല്ലാ ഇൽമുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യനെ കൊണ്ടുള്ള ചേർത്ത് നോക്കുമ്പോൾ മനുഷ്യനിക്ക് ഉപകരിക്കണ ഉപദ്രവമല്ലാത്ത എല്ലാ ഇൽമുകളെയും വിശുദ്ധ ശരീഅത്ത് അനുവദിച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ ഇൽമുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു പദ്ധതിയാണ് വിശുദ്ധമാവുന്ന ഇസ്ലാമിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് വളരെയധികം എല്ലാ ഇൽമുകൾക്കും പ്രോത്സാഹനം നൽകി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്ക് ഈ കേരളത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കാനും അതിനെ വളർത്താനൊക്കെ ഇവിടുത്തെ മറ്റുള്ള ഭൗതികമാവുന്ന നിൽക്കുന്ന മറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ മറ്റോ സാമ്പത്തികമായുള്ള ഒരു സഹായം ഇല്ലാത്ത നിൽക്കരുത് ഈ സമൂഹത്തിൽ ഇവിടെ സാധിച്ചു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകുന്നതായ സ്ഥാനം, ഈ മതം വിശുദ്ധമാവുന്ന ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്നതായ സ്ഥാനമാണ്. അത് ഉൾക്കൊണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശത്ത് നോക്കിയാലും നമ്മൾ മദ്രസകളും മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കും. നമ്മളൊക്കെ സ്വന്തം കീശയിൽ നിന്ന് പണം ഇറക്കി പോന്നിട്ടാണ് അവിടുത്തെ അധ്യാപകന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഉസ്താദന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇസ്ലാം എല്ലാ പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ അങ്ങനെ ഉദാഹരണം ചില ആളുകൾ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതായ ഒരു മതമാണ്. ഒരിക്കലല്ല. ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സ്ത്രീകൾക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും പുരുഷന്മാർക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും ഏത് നിലയിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം വിശുദ്ധമാകുന്നതായ ദീൻ, ഇസ്ലാം ദീൻ, അതിലേക്ക് അവരുടെ അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് വത്തഖുല്ലാഹ്. അടിസ്ഥാനപരമായി തത്വമാണ്. ആ തത്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തിനെ നമ്മൾ പടുത്തുയർത്തുന്നത്. പൂർണ്ണമായ ആത്മീയതയിൽ കൂടി വിദ്യാഭ്യാസത്തിനെ പടുത്തുയർത്തണം. കുറേ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ അറിവിന് അടിസ്ഥാനപരമായത് അത് തത്വയാണ്. അപ്പം തത്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ് അറിവ് ഇവിടെ സമ്പാദിക്കേണ്ടത്. ആ തത്വനപ്പെടുത്താത്ത നിലയ്ക്കുള്ള അറിവുകൾ സമ്പാദിക്കപ്പെട്ടിട്ടുള്ള പല തമ്മാടിത്തരങ്ങളുമായിരിക്കും. ജാഹിലിയ്യത്തിനേക്കാൾ അനുവദിച്ചതായ ഒരു വിഭാഗമായിക്കൊണ്ടാണ്. അപ്പോൾ തത്വനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തിയറി അതായതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അത് എല്ലാവിധ ടെക്നോളജിയും അവർക്ക് പഠിക്കാം. അവർ പഠിച്ച് ഉയരട്ടെ, ഒരുപാട് ഉയരട്ടെ. പക്ഷേ അതിൽ അടിസ്ഥാനപരമായി അവർക്ക് വാപ്പ ആരാന്ന് മനസ്സിലാവണം, ഉമ്മ ആരാന്ന് മനസ്സിലാവണം, ജ്യേഷ്ഠൻ ആരാന്ന് മനസ്സിലാവണം, അധ്യാപകൻ ആരാന്ന് മനസ്സിലാവണം, അവരോടുള്ള കടപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം, അവരെങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഈ സ്വഭാവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്ത് ആ നിലക്കുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് നമ്മൾ എന്താവേണ്ടത്, വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ടുള്ള സമസ്തൻ്റെ മദ്രസകളിലൊക്കെ വളരെ പരിശോധിച്ചൊക്കെ നമ്മൾ അടവിനെ പറ്റി പഠിപ്പിക്കണം, മര്യാദനെ പറ്റി പഠിപ്പിക്കണം, ബഹുമാനത്തിനെ പറ്റി പഠിപ്പിക്കണം, വാപ്പനോടും ഉമ്മാനോടുള്ളതായ കടമകളെ പറ്റി പഠിപ്പിക്കണം, ഉസ്താദന്മാരോടുള്ള കടമകളെ പറ്റി പഠിപ്പിക്കണം. പ്രായം കൂടിയവരോട് നമ്മളങ്ങനെ നമ്മൾ പ്രായം കൂടിയവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കും.
ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന അധ്യാപകന്മാർ, അത് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദന്മാരാവട്ടെ, സ്കൂൾ പഠിപ്പിച്ച അധ്യാപകർ, അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ അവരെ എണീച്ച് നിന്ന് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളെ സ്കൂൾ പഠിപ്പിച്ചൊരു ഭാഷ കയറ്റിയാൽ നമ്മൾ എണീച്ച് ഭാഷ അവിടെ ഇരുത്തും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവം. അതെങ്ങനെ പഠിച്ചത് നമുക്ക് ആ നിലക്കാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് അതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് അഭ്യസിക്കും. അറിവ് നമ്മൾ പഠിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെ കുട്ടികൾ അവരെപ്പോഴും ധാർമ്മികതയിൽ കൂടി വളരണം. ധാർമ്മികതയാണ് ഇവിടുത്തെ അടിസ്ഥാനം. ധാർമ്മികത ഇവിടെ ഇല്ലാതെ സംഭവിക്കുന്നത് അരാജകത്തായി. ആർക്കും ഒരു ലക്കും ലകാരം ഉണ്ടാവില്ല, നിയന്ത്രണം ഉണ്ടാവില്ല, ആർക്കും എന്തും ചെയ്യാമെന്നുള്ളതായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പം ധാർമ്മികതയും കൂടി കുട്ടികളെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക്, അധ്യാപകന്മാർക്ക് ധാർമ്മികത ഉണ്ടാവണം. അമ്മാക്കും പാപ്പാക്കും ഒക്കെ ധാർമ്മികത ഉണ്ടാവണം. റസൂൽ പറഞ്ഞ് ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മാത്ത്, ഉമ്മമാരെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുട്ടി പോയാൽ കുട്ടി സുഖത്തിലെത്തുക. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉമ്മ ധാർമ്മികതയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതം നയിക്കുന്നവളാണ്. ഉമ്മ മാത്രമല്ല, വാപ്പി ആ സ്വഭാവക്കാരനാണ്. ഉമ്മാനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ഉമ്മാൻ്റെ സ്വഭാവങ്ങളും ഉമ്മാക്കുള്ളതായ പ്രവർത്തികൾ അതിനോടായിരിക്കും കുട്ടികൾ അധികം പിൻപറ്റും. അപ്പം അതുകൊണ്ട് ഉമ്മാനെ പറഞ്ഞുള്ളൂ. ഉമ്മാൻ്റെ ഭാഷയായിരിക്കും കുട്ടി അധികം സംസാരിക്കുക. അതുകൊണ്ട് ഉമ്മാനെ പറഞ്ഞു. അതുകൊണ്ട് വാപ്പൊക്കെ എങ്ങനെയും നടക്കാമെന്നല്ല, വാപ്പി എന്താവണം? ധാർമ്മികതയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്നവനാണ്. ഈ ശീലം കുട്ടിയിലേക്ക് വളർത്തണം. ഇത് വാപ്പാക്കും ഉമ്മാക്കും മാത്രം പോരാ, ഉസ്താദന്മാർക്കും അത് വേണം, അധ്യാപകന്മാർക്കും അത് വേണം. ആ പ്രസ്ഥാനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ധാർമ്മികത ഉണ്ടാവണം. ആ സ്ഥാപനത്തിലുള്ള അതിൻ്റെ മാനേജർ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള അവിടുത്തെ ഓഫീസിൽ ഇവരൊക്കെ ധാർമ്മികത ഉള്ളവരാവണം. അപ്പം ധാർമ്മികതയിൽ അധിഷ്ഠിതമാവുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഉപകരിക്കുള്ളൂ. അല്ലാതെ ഇവിടെ ഭൗതികമായി നമുക്ക് ജോലി കിട്ടില്ല എന്നല്ല, എന്ന് പഠിച്ചാൽ അതിൻ്റെ ധാർമ്മികമാണെന്നില്ലല്ലോ. ഓരോ അറിവുകൾ എങ്ങനെയും പഠിക്കാം, അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാവട്ടെ, അല്ലാതെ ഇരിക്കട്ടെ. എങ്ങനെ ഇരുന്നാലും ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒമൻ കാലത്ത് ഇജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഇജറത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഒമൻ കാലത്ത് ഇജറത്തുഹു ഇലല്ലാഹി യൻഫുഹ ഫഇജറത്തുഹു ഇലാ മാ ഹജറ ഇലൈഹി. അപ്പോൾ ഓരോരുത്തരും ഉദ്ദേശിച്ച് എന്താണ് അവൻ്റെ ഉദ്ദേശം, അതനുസരിച്ച് അവൻ ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുകയോ എന്നുള്ളതല്ല. ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട സൽഗുണങ്ങളും കൂടിയാവണം. എന്നാലേ ഈ രാജ്യം നന്നാവും. ഈ രാജ്യത്തിൻ്റെ നന്മക്കത് ആവശ്യമാണ്, ഇവിടെ സമുദായത്തിൻ്റെ നന്മക്കത് ആവശ്യമാണ്, ഇവിടെ വ്യക്തികളുടെ നന്മക്കത് ആവശ്യമാണ്, ഒരു കുടുംബത്തിൻ്റെ നന്മക്കത് ആവശ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയുള്ള സംസ്ഥകളുടെ ജമീയത്തുൽ ഉലമ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലുള്ളതായ ഒരു വിദ്യാഭ്യാസ സംവിധാന പദ്ധതിക്ക് അതിന് തുടക്കം കുറിച്ചു. അത് കുറഞ്ഞ കാലങ്ങൾ കൊണ്ടാണെങ്കിലും അത് വളരെയധികം വിജയപ്രദമായി. ഇനി അതിൻ്റെ പ്രയാണത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ കൂടിയ എല്ലാവരോടും പറയണം, അത് നിങ്ങളെ മക്കളെയും നിങ്ങൾ ബന്ധപ്പെടുന്നതായ ആളുകൾക്കുള്ള മക്കൾ. ഇതിൻ്റെ പല സ്കീമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ഏത് സ്കീമിൽ നിങ്ങൾ കുട്ടികളെ കൊടുക്കുക. അങ്ങനെ കുട്ടികൾ വളർന്ന് അവർ വലുതായി അവർ ഈ രാജ്യത്ത് തൻ്റെ പൗരന്മാരാവണം. ഈ രാജ്യത്ത് തൻ്റെ പൗരന്മാരുണ്ടാക്കാണ് സമസ്തകളുടെ ജമീയത്തുൽ ഉലമ ചെയ്യണത്. അത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു ലക്കും ലകാനുമില്ലാതെ നടക്കണ ഒരു വിഭാഗം ആളുകൾ അവിടെ സൃഷ്ടിക്കലല്ലോ വേണ്ടത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിലക്കുള്ള അതിൻ്റെ പുരോഗതിയിലും ഭാഗവക്കാവുന്ന ഒരു സമൂഹത്തെ അതിനെ വളർത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിക്ക് സമസ്തകളുടെ ജമീയത്തുൽ ഉലമ നേതൃത്വം നൽകുന്നത്. അപ്പം അതുകൊണ്ട് ഈ SMAC എന്ന് പറഞ്ഞാൽ അതിനെ വളർത്തേണ്ടവർ നിങ്ങളാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടവർ നിങ്ങളാണ്, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവർ നിങ്ങളാണ്. അപ്പം നിങ്ങൾ
ഇവിടുത്തെ SNEസിൻ്റെ ക്ഷണം നൽകപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നതുപോലെ ഇനി അടുത്ത വർഷം SNEസിൻ്റെ സ്കീമിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ സ്കീമിലേക്ക് കുട്ടികളെ അയക്കാൻ ഇതിൻ്റെ നിയമങ്ങൾ മുഴുവൻ പൂർണ്ണമായി കൊണ്ട് അനുസരിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കാനും അവിടെ കൂടിയ രക്ഷിതാക്കന്മാരൊക്കെ സന്നദ്ധരാവണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനത്തിന് അള്ളാഹു വിജയിപ്പിച്ചേർത്ത് ഈ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുകളായ അവരെല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സംവിധാനം വളർത്തുന്നതിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രിനോട് പറയാനുള്ളത്. ഇത് സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ ഓരോ സംവിധാനങ്ങളും ആ സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ നടത്തിക്കൊണ്ടുപോകണം. ഭൗതികമാവുന്ന നിലക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവും. സാമ്പത്തിക സഹായങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ഏതെങ്കിലും ആരുടെ സാമ്പത്തിക സഹായം ഗവൺമെൻറ്റിനോ മറ്റും കിട്ടിയിട്ടില്ല നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത്. പക്ഷെ നമുക്ക് വഴി ഉണ്ടാകുന്നതായ പല തടസ്സങ്ങളുണ്ടാവും നിയമപരമായിട്ട്. അപ്പം അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തരണം. അതാണ് നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ അവരോട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ സംവിധാനങ്ങൾക്കുള്ള നന്മകളൊക്കെ മനസ്സിലാക്കി ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തി ഇതിനെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു തന്നാൽ മതി. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു തീവ്രത സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലത്. ഇത് ഏതെങ്കിലും നിലക്കുള്ള വർഗീയത ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീവ്രത ഇസ്ലാമില്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വർഗീയത ഇസ്ലാമിലില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തുള്ളതായ എല്ലാ മതമുള്ളവരോടും മതമില്ലാത്തവരോടും, അത് ഏത് മതസ്ഥരാണെങ്കിലും മതമുള്ളവരോടും മതമില്ലാത്തവരോടൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരു സ്വഭാവം, ഒരു ശൈലി, ഒരു സൗഹൃദം ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടിട്ടാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ അതിന് അപവാദമായി ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആളുകളോ നമ്മുടെ തീവ്രവാദികൾ എല്ലാ മതക്കാരിലുണ്ട്, വർഗീയവാദികളെല്ലാ മതക്കാരിലുണ്ട്. മതം ഒരിക്കലും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെല്ലാം മതത്തിൻ്റെ രക്താക്കൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ ഈ നന്മയ്ക്ക്, ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക്, ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏതെങ്കിലും നിലക്കുള്ളതായ എന്തെങ്കിലും നിലക്കുള്ള ഒരു വിമർശനം പോലും ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നിട്ടോ അതിൻ്റെ പോഷക സംഘടനയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകുന്നതല്ല. അപ്പം അത്രയും വളരെ ഒരു ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സംഘടനയുടെയും ഈ സംഘടന വിഭാവനം ചെയ്യുന്ന അതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി, അതിൻ്റെ മറ്റുള്ളതായ അതിൻ്റെ പോഷക ഘടകങ്ങൾ, ഇവയ്ക്കൊക്കെ വേണ്ട സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കപ്പെടണം. അതിന് വേണ്ടതൊക്കെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ ചെയ്യണമെന്നും മൂപ്പരോട് നമ്മൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ പദ്ധതികളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചിട്ട് ഇവിടെ ആരും പോകരുത്. ഒരു ഗ്രാൻഡ് ദുആന്ന് പറഞ്ഞല്ലോ നമ്മളെ മാഷെ റഷീദ് മാഷ്. അപ്പോൾ അത് ഗ്രാൻഡ് ദുആ ഇവിടെ നടക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിൻ്റെ അവർക്ക് തങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ തീരുമാനിച്ചുകൊണ്ട് ആരാണ് ഗ്രാൻഡ് നടക്കുന്നത് ആയിരിക്കുക മനസ്സിലായി. അതൊക്കെ ഇവിടെ പിന്നെയും നടക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിനെ നമ്മളെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യണല്ലേ. അപ്പോൾ ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.